അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉപദേശിക്കുകയാണ്. വറദ അന്ന റിസ്ക യുക്സമു ബഅദ സ്വലാത്തി സുബ്ഹി. അല്ലാഹു അവൻ്റെ അടിമകൾക്ക് റിസ്കുകൾ തീരുമാനിക്കപ്പെടുന്ന സമയം വളരെ പ്രധാനമേറിയ ഒരു ദിവസത്തിലെ ഒരു സമയമാണ് സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷം എന്നുള്ളത്. ആ സമയത്താണ് അവൻ്റെ അടിമകൾക്ക് ദിന്യതിയായ റിസ്കുകൾ അല്ലെ മറ്റുള്ള നന്മകൾ നിഅമത്തുകളൊക്കെയും അംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ തീരുമാനിക്കപ്പെടുന്ന സമയം. അതേ സമയത്ത് വഅന്നൽ അഅമാല തുർഫഉ ആഖിറൻ നഹാരി. അതേ സമയത്ത് അവൻ്റെ അടിമകളുടെ അമലുകളെല്ലാം അവനിലേക്ക് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയം അത് പകലിലെ അവസാനത്തെ സമയമാണ്. അതായത് മഗ്രിബിൻ്റെ അടുത്ത സമയമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഈ രണ്ട് സമയങ്ങൾ എന്നുള്ളത്. ഒന്ന് സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം, മറ്റൊന്ന് മഗ്രിബിൻ്റെ അല്പം മുമ്പുള്ള സമയം, അതേ പകലിൻ്റെ അവസാനമുള്ള സമയം. ഈ സമയം ഒരു മുഅ്മിൻ എന്നും ആ സമയം കരുതിയിരിക്കണം. കാരണം അല്ലാഹുവിൻ്റെ റിസ്കിനെ അംശയിക്കപ്പെടുന്നതും അത് അവൻ്റെ അടിമകൾക്ക് അവൻ തീരുമാനിക്കപ്പെടുന്ന സമയമാകുന്ന സുബ്ഹിന്റെ ശേഷമുള്ള സമയവും അവൻ്റെ അടിമകളുടെ അമലുകളെല്ലാം ഉയർത്തപ്പെടുന്നത്, അത് സ്വീകരിക്കപ്പെടുന്നത്, അല്ലാഹുവിൻ്റെ അടുക്കൽ അത് ഉയർത്തപ്പെടുന്ന സമയം പകലിൻ്റെ അവസാന സമയമാകുന്ന ആ സമയത്ത് നമ്മൾ ആ സമയത്ത് ഒന്നും തയ്യാറായിട്ടില്ലെങ്കിൽ, ആ സമയത്ത് നമ്മൾ ഏതോ ഒരവസ്ഥയിലാണ്, നമുക്കതൊന്നും ബോധമില്ലാത്ത ഒരവസ്ഥ ആയാൽ നമ്മൾ എത്രമാത്രം ബർക്കത്തില്ലാത്തവരായി തീരുമെന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്. ഫമൻ കാന ഹീനഇസിൻ ഫീ ത്വാഅത്തിൻ. ആ സമയത്ത് ഒരാൾ നല്ല ഇബാദത്തിലാണ്, അതായത് ഗൗരവത്തോടുകൂടെ ആ സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് പകലിൻ്റെ അവസാനത്തെ സമയം അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടെ ഈ സമയത്തിന് വലിയ ബർക്കത്തുണ്ട് എന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ ആ സമയം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബൂരിക ഫീ റിസ്ഖിഹി വ അമലിഹി. അവൻ്റെ റിസ്ഖിലും അവൻ്റെ അമലിലും അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടാൻ വലിയ കാരണമാകുന്ന ഈ രണ്ട് സമയങ്ങൾ നാം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ബർക്കത്തുള്ള ആ നിഅമത്ത് നമുക്കുണ്ടാകണം. അല്ലാതെ നമ്മളെ കയ്യിൽ കുറെ പണമുണ്ടായത് കൊണ്ടൊന്നും നമുക്ക് വേണ്ടതുപോലെ ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല. പണമുള്ളവരെല്ലാം ഇവിടെ സന്തോഷിച്ച് ജീവിക്കുന്നില്ല. അതേ സമയത്ത് അല്ലാഹു വലിയ ബർക്കത്ത് നൽകിയവർക്ക് എന്നും സമാധാനമാണ്, എന്നും റാഹത്താണ്, എന്നും സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് സുബ്ഹിന്റെ ശേഷമുള്ള സമയം. ആ സമയം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമക്കളൊക്കെ ആ സമയത്ത് കിടന്നുറങ്ങാതെ അതിനെ നഷ്ടപ്പെടുത്താതെ ആ സമയം വളരെ ഗൗരവത്തോടു കൂടെ അതിനെ ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനേക്ക് വലിയ ബർക്കത്ത് ആ വീടുകളിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യമക്കളിൽ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സമയത്ത് രണ്ടാമതൊരു വിഷയമാണ് നമ്മുടെ അമലുകൾ എന്നുള്ളത്. അതിലും വലിയ ബർക്കത്തുണ്ടാകണം.
അമലുകൾ ഇങ്ങനെ നമ്മൾ ചെയ്തത് കൊണ്ടായില്ല. അതിൻ്റെ ബറക്കത്തുകൾ, അതിൻ്റെ ആസ്വാദനകൾ, അതിൻ്റെ നഫ്ഉകൾ, ഫലങ്ങൾ, ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടണം. ഇനിയും ഇനിയും ധാരാളം ചെയ്യണമെന്നുള്ള താല്പര്യം നമുക്കുണ്ടാകണമെങ്കിൽ അതേ വലിയ ബറക്കത്തുള്ള സമയമാണ് മഗ്‌രിബിന്റെ അല്പസമയം മുമ്പുള്ള സമയം, ഒരു പകലിന്റെ അവസാനത്തെ സമയം. ആ സമയത്തും നമ്മൾ ഗഫലത്തോടുകൂടെ, അശ്രദ്ധയോടുകൂടെ എന്തോ ചെയ്യുന്നവരായി തീർന്നാൽ പിന്നെ ഏതെങ്കിലും സമയത്ത് അമല് ചെയ്തതുകൊണ്ട് ഈ ബറക്കത്ത് കിട്ടണമെന്നില്ല. ആ സമയത്ത് നമ്മളൊരു ഇബാദത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. മുഖര് പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഈ 2 സമയങ്ങൾ. സുബ്ഹിന്റെ ശേഷമുള്ള സമയം, മഗ്‌രിബിന്റെ അല്പം മുമ്പുള്ള സമയം. ഇതിനെ ഗൗരവത്തോടു കൂടെ കാണുക, കരുതുക, കാണുക. ആ സമയം എന്നും ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ആ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. പോയാൽ ബർക്കത്തില്ലാത്തൊരു ജീവിതം ആയിത്തീരും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.